ഹലോ സ്റ്റുഡൻസ്, നമുക്കിനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലെ രണ്ട് പ്രോബ്ലം കൂടി നോക്കാം. അവിടെ വേരിയിങ് ലോഡ് വരുന്ന വേരിയിങ് ലോഡും പോയിന്റ് ലോഡും പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡും വരുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതാണ് പ്രോബ്ലം. ഡ്രോ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഓഫ് ദ ബീം ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ ഒരു വേരിയിങ് ലോഡ് ഉണ്ട്. ഈ എൻഡിൽ 8 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ, പിന്നെ ഒരു പോയിന്റ് ലോഡ്. ഇവിടെ ഈ എൻഡിൽ ഈ ട്രയാങ്കുലർ ലോഡിൻ്റെ ഈ എൻഡിൽ 0 ആണ്. പിന്നെ ഇവിടെ പോയിന്റ് ലോഡ് വേറെ ഉണ്ട്, 13 കിലോ ന്യൂട്ടൺ ഉണ്ട്. പിന്നെ യു ഡി എൽ 8 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ഇവിടെ 3 പോർഷൻസേ ഉള്ളൂ. എ സി, സി ഡി ആൻഡ് ഡി ബി എന്നുള്ള 3 പോർഷൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. ഇവിടെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ 3 സപ്പോർട്ട് ഉണ്ട്. എയിലൊരു സപ്പോർട്ട്, ഡിയിൽ പിന്നെ ഒരു ബിയിലൊരു സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ആദ്യം ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. എഫ് ബി ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രീ ബോഡി ഡയഗ്രാം ആണ്. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനായിട്ട് ആദ്യം നമ്മൾ ഇൻ പോർഷൻ എ സി എന്ന് പറയുന്ന വേരിയിങ് ലോഡ് വരുന്നതാണ്. പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 8 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അപ്പോൾ 8 ആണ് ഈ ഹൈറ്റ്, പിന്നെ ഈ ലെങ്ത് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് ലോഡ് എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളുടെ ഏരിയ ആയിരിക്കും. അത് ഹാഫ് ഇൻറ്റു ബി എച്ച്. അപ്പോൾ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 8, അപ്പോൾ എത്ര വരും? ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പോൾ ഇൻ പോർഷൻ എ സി പോയിന്റ് ലോഡ് ഈസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ 1/2 ഇൻറ്റു 8 ഇൻറ്റു 6, അപ്പോൾ 24 കിലോ ന്യൂട്ടൺ ആണ് പോയിന്റ് ലോഡ്. ഇനി ആക്ടിങ് അറ്റ് 1/3 എച്ച്, അതായത് ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ഈ പോയിന്റ്, ഈ എൻഡിൽ നിന്ന് 1/3 ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഈ എൻഡിൽ നിന്നാണെങ്കിൽ 2/3 ഡിസ്റ്റൻസ്. അപ്പോൾ 1/3 ഇൻറ്റു ലെങ്ത് എത്രയാണ്? 6. 1/3 ഇൻറ്റു 6 മീറ്റർ, ദാറ്റ് ഈസ് 2 മീറ്റർ ഫ്രം എൻഡ് എ. അപ്പോൾ എൻഡ് എ നിന്ന് 2 മീറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരച്ചിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ 24 കിലോ ന്യൂട്ടനാണ് പോയിന്റ് ലോഡ്. അത് ഇവിടുന്ന് എത്രയാണ്? 2 മീറ്ററിലും, അല്ലെങ്കിൽ ഇവിടുന്നാണെങ്കിൽ 4 മീറ്ററിലും. അപ്പോൾ അത് കിട്ടി. പിന്നെ നമ്മൾ ഇതിനെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ പോയിന്റ് ലോഡ് ആക്കുമ്പോൾ ഇതെന്താണ്? 8 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അപ്പോൾ 8 ഇൻറ്റു ആ ലെങ്ത് 6, അപ്പോൾ എത്ര വരും? 48 കിലോ ന്യൂട്ടൺ ആണ്. അത് കറക്റ്റ് സെൻറ്ററിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 48 കിലോ ന്യൂട്ടൺ ഇതിൻ്റെ ഡി ബിയുടെ മിഡ് പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. നമ്മൾ പോയിന്റ് ലോഡ് എല്ലാം കിട്ടി. ഇനി അടുത്ത് ചെയ്യുന്നത് വെച്ചാൽ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന വ്യത്യസ്തമായിട്ട് എന്താണ്? 3 സപ്പോർട്ട് റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. മുമ്പ് ചെയ്ത പോലെ അത്ര എളുപ്പമല്ല, കുറച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ്, അതായത് വെർട്ടിക്കൽ ഫോഴ്സസ് ബാലൻസ് ചെയ്യാം. RA + RB + RD = എന്താണ്? 24 + 13 + 48 = 85 കിലോ ന്യൂട്ടൺ. അത് ഇക്വേഷൻ 1 കൊടുക്കാം. ഇനി അടുത്ത് നമ്മൾ ടേക്ക് മൊമെന്റ് അബൌട്ട് എ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ RD RBയും അൺനോൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ടേക്ക് മൊമെന്റ് അബൌട്ട് സി ഫോർ ദ ലെഫ്റ്റ് പോർഷൻ. അപ്പോൾ നമ്മൾ ഈ മൊമെന്റ് അബൌട്ട് സി, പോയിന്റ് സി എടുക്കുക. ഈ പോയിന്റ് സി എടുത്തിട്ട് ടേക്ക് മൊമെന്റ് അബൌട്ട് സി ഫോർ ദ ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡിലേക്ക് മാത്രം, ലെഫ്റ്റ് സൈഡ് മാത്രം എടുത്തിട്ട് എടുക്കുക. അപ്പോൾ ടേക്ക് മൊമെന്റ് അബൌട്ട് സി ഫോർ ദ ലെഫ്റ്റ് പോർഷൻ, ലെഫ്റ്റ് പോർഷനിലേക്ക് മാത്രം. ലെഫ്റ്റ് പോർഷൻ എന്ന് പറയുമ്പോൾ 2 ലോഡേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും? RA × 6 - 24 × 4. RA × 6, അത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ദെൻ 24 ആന്റി ക്ലോക്ക് വൈസ്, അപ്പോൾ -24 × 4 ആണ് = 0. അപ്പോൾ 6RA = 96. അപ്പോൾ RA = 16 കിലോ ന്യൂട്ടൺ. അപ്പോൾ RA എന്ന് പറയുന്നത് 16 കിലോ ന്യൂട്ടൺ കിട്ടി. ഇനി വീണ്ടും ടേക്ക് മൊമെന്റ് അബൌട്ട് സി ഫോർ ദ റൈറ്റ് പോർഷൻ. പിന്നെ ടേക്ക് മൊമെന്റ് അബൌട്ട് സി, സിന്ന് വീണ്ടും മൊമെന്റ് എടുക്കുക റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ എന്തൊക്കെ വരും നോക്കിയാൽ, അപ്പോൾ വരുന്നത് വെച്ചാൽ RB നെഗറ്റീവ് ആണ്, ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. അപ്പോൾ -RB × 10, ദെൻ 48 + 48 ഇൻറ്റു എത്ര വരും? ഇവിടെ 3 ആണ്, 3 + 4, അപ്പോൾ -48 ഇൻറ്റു +48 × 7, പിന്നെ -RD × 4. അപ്പം -RD × 4 + 48 × 7 -RB × 10 = 0. ഇതിൽ അപ്പോൾ എന്ത് വരും? 4RD + 10RB = 336 എന്ന് വരും. ഇങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന്
നമുക്ക് ആർ ഡി ഡിവൈഡ് ബൈ 4 ചെയ്യാം എല്ലാത്തിനെയും. അപ്പോൾ എന്താണ് ആർ ഡി ഡിവൈഡ് ബൈ ആർ ഡി, ഇതിനെ മൊത്തം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ആർ ഡി എന്നുള്ള ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആർ ഡി പ്ലസ് 2.5 ആർ ബി ഇസിക്കൽ ടു 84. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 എടുക്കാം. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ഇതാണ്, ആർ എ പ്ലസ് ആർ ബി പ്ലസ് ആർ ഡി ഇസിക്കൽ ടു 85. ആൻഡ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് ഇത്, ആർ ഡി പ്ലസ് 2.5 ആർ ബി ഇസിക്കൽ ടു 84. ഇനി ഇക്വേഷൻ 1, ഫ്രം ഇക്വേഷൻ 1 നമുക്ക് ഓൾറെഡി ഇവിടെ ആർ എ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ 1ൽ ആർ എ പ്ലസ് ആർ ബി പ്ലസ് ആർ ഡി ഇസിക്കൽ ടു 85 എന്നുള്ളത് ആർ എ എന്നുള്ളത് 16 കിലോ ന്യൂട്ടൺ കൊടുക്കാം. അപ്പോൾ ആർ ഡി പ്ലസ് ആർ ബി ഇസിക്കൽ ടു 69 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഇത് ആർ ഡി പ്ലസ് ആർ ബി ഇസിക്കൽ ടു 69 കിലോ ന്യൂട്ടൺ. അത് ഇക്വേഷൻ നമ്പർ 3. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇക്വേഷൻ 2 മൈനസ് 3, ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 3 മൈനസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, ആർ ഡി പ്ലസ് 2.5 ആർ ബി ഇസിക്കൽ ടു 84. ഇതിൽ നിന്ന് ഇക്വേഷൻ 3 ആണ് മൈനസ് ചെയ്യുന്നത്, അതായത് മൈനസ് ആർ ബി ഈക്വൽ ടു മൈനസ് 69. ഇനി ഇത് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിയുമ്പോൾ 1.5 ആർ ബി ഇസിക്കൽ ടു 15, then ആർ ബി ഇസിക്കൽ ടു 10 കിലോ ന്യൂട്ടൺ കിട്ടും. അപ്പോൾ ആർ എ കിട്ടി, ആർ ബി കിട്ടി, ഇനി ആർ ഡി മാത്രമേ കിട്ടാനുള്ളൂ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1ൽ നിന്ന് കണ്ടോ, ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആർ എ കിട്ടിയിട്ടുണ്ട്, ആർ ബി കിട്ടിയിട്ടുണ്ട്, then ആർ ഡി കിട്ടും. എത്രയാണ്, 59 കിലോ ന്യൂട്ടൺ ആർ ഡി കിട്ടും. ഇപ്പം ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എങ്ങനെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. Now here we can take sections from right side and consider right side of section. ഇത് ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു, ഈ ട്രയാങ്കിൾ ലോഡ് വരുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ ലോഡിന്റെ ആ സീറോ പോർഷൻ വരുന്നിടത്ത് നിന്ന് വേണം സെക്ഷൻ എടുക്കാനായിട്ട്. ഇവിടുന്ന് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ട്രപ്പീസിയം ഷേപ്പ് പോകും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയാങ്കിൾ ലോഡ് വരുന്ന കേസിൽ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നത്. അപ്പം ഇവിടുന്ന് ലോഡ് വരാവുന്ന വിധത്തിൽ എടുക്കണം, അതായത് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ലോഡ് സെക്ഷൻ വരാവുന്ന വിധത്തിൽ എടുക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് സെക്ഷൻ എടുക്കും. അപ്പോൾ നമ്മൾ ബി എന്ന് സ്റ്റാർട്ട് ചെയ്യും, എൻ്റെ ബി എന്ന്. പോർഷൻ ഡി ബി കൺസിഡർ ചെയ്യുക ആദ്യം. അപ്പോൾ ടേക്ക് എ സെക്ഷൻ ബിറ്റ്വീൻ ഡി ആൻഡ് ബി. ഡിക്കും ബിക്കും ഇടയിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എൻഡ് ബി. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് ആ പോർഷൻ സെപ്പറേറ്റ് ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം എടുക്കുമ്പോൾ 8 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അപ്പോൾ 8x ആണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ആർ ബി മൈനസ് 8x. ആർ ബി മൈനസ് 8x ലീനിയർ ആണ്. എക്സ് 0 വരുമ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറയുന്നത് 10 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, നെറ്റ് ഷിയർ ഫോഴ്സ് പോസിറ്റീവ് വരുന്നത് എപ്പോഴാണ്, അത് ഡൗൺവേർഡ് പോസിറ്റീവ്, അപ്വേർഡ് നെഗറ്റീവ് ആണ് റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ 10 കിലോ ന്യൂട്ടൺ കിട്ടി, പോസിറ്റീവ് ആണ്, അപ്പോൾ അത് ഡൗൺവേർഡ്. അതുപോലെ എക്സ് 6 വരുമ്പോൾ പോയിന്റ് ഡിയിലെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, ആർ ബി മൈനസ് 8 ഇൻറ്റു 6 മൈനസ് 38 ആണ്. അപ്പോൾ മൈനസ് 38 ആണ്. അപ്പോൾ എത്ര വരും, അല്ല ഇങ്ങോട്ട് വരും, മൈനസ് എന്ന് പറയുമ്പോൾ അപ്വേർഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സ് കിട്ടി, എത്ര കിട്ടി, 10 താഴേക്കും 38 മുകളിലേക്കും. കണ്ടോ, അപ്പോൾ 10 താഴേക്ക് 38 മുകളിലേക്ക്. അപ്പോൾ അത് രണ്ടും കൂടി ജോയിൻ ചെയ്തൊരു ലൈൻ വരയ്ക്കും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയാണ് ഡിക്കും ബിക്കും ഇടയ്ക്കുള്ള ഷിയർ ഫോഴ്സ്. നമുക്ക് ഇനി ബെൻഡിങ് മൊമെന്റ് വേണം. ബെൻഡിങ് മൊമെന്റ് കിട്ടാനായിട്ട് ടേക്ക് മൊമെന്റ് അബൌട്ട് സെക്ഷൻ. അപ്പോൾ ടേക്ക് മൊമെന്റ് അബൌട്ട് സെക്ഷൻ എടുക്കുമ്പോൾ എന്താണ്, അപ്പം നമ്മൾ മൊമെന്റ് അബൌട്ട് സെക്ഷൻ എടുക്കുമ്പോൾ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് മൊമെന്റ് നെഗറ്റീവും ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് പോസിറ്റീവ് ആണ്. അപ്പോൾ ബി എം എക്സ് ഇസിക്കൽ ടു ആർ ബി ഇൻറ്റു എക്സ്, അതായത് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് പോസിറ്റീവ് ആണ്. അപ്പം ആർ ബി ഇൻറ്റു എക്സ് മൈനസ് ക്ലോക്ക് വൈസ് മൊമെന്റ് നെഗറ്റീവ്, മൈനസ് 8x ഇൻറ്റു എക്സ് ബൈ 2. അപ്പോൾ ആർ ബി എക്സ് മൈനസ് 8x² / 2. ഇത് പരാബോളിക് ആണ്, x² വന്നുകൊണ്ട്. ദെർഫോർ എക്സ് 0 വരുമ്പോൾ ബെൻഡിങ് മൊമെന്റ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ എക്സിന് 0 കൊടുക്കുക, അപ്പോൾ 0 ആണ്. അപ്പോൾ ബിയിലെ ബെൻഡിങ് മൊമെന്റ് 0 ആണ്. ഇനി എക്സ് 6 വരുമ്പോൾ ഏത് പോയിന്റ് ആണ്, ഡി എന്നുള്ള പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ്. അപ്പോൾ എക്സ് 6 കൊടുക്കുക, ദെൻ മൈനസ് 84 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്, പരാബോളിക് ആണ്, മൈനസ് 84 ആണ് കേട്ടോ. അപ്പോൾ മൈനസ് 84 എന്നുള്ള പോയിന്റ് ഇവിടെ വരും, താഴെയാണ്, നെഗറ്റീവ് ആയതുകൊണ്ട് താഴേക്കാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എൻ്റെ ബിയിലെ 0 കിട്ടിയിട്ടുണ്ട്, പിന്നെ എൻ്റെ ഡിയിലെ 84 കിട്ടിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെ കർവ് വരയ്ക്കുന്ന എന്നുള്ളത് നമുക്ക്
ഇവിടുന്ന് നേരിട്ട് കർവ് വരയ്ക്കുക എന്നുള്ളത് അറിയാം. ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റ് അറിയണം, അതുപോലെ ഈ പോയിന്റും അറിയണം, ഏത് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുക. മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് എവിടെയാണ് നമുക്കറിയാം. അത് എവിടെയാണ്? ഷിയർ ഫോഴ്സ് 0 വരുന്നിടത്തായിരിക്കും. ഈ പോയിന്റിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്. കണ്ട, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷിയർ ഫോഴ്സ് 0 വരുന്ന പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആണ് ഈ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ ഇതാണ്. ഇക്വേഷനിൽ ഈക്വൽ ടു 0 കൊടുക്കാം. Bending moment is maximum when shear force is equal to 0. That is RB minus 8 is equal to 0. അപ്പോൾ ഷിയർ ഫോഴ്സ് 0 വരുന്നത് ഇൻ ബിറ്റ്വീൻ ഡി ആൻഡ് ബി ആണ്. അപ്പോൾ ഡിയുടെയും ബിയുടെ ഇടയ്ക്കുള്ള ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ വേണം 0 കൊടുക്കാനായിട്ട്. എന്നിട്ട് എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ആർ ബി ഇസ് ഇക്വൽ ടു 8x, ദെൻ എക്സ് ഇസ് ഇക്വൽ ടു ആർ ബി ബൈ 8, അതായത് 10/8 ഇറ്റ് ഇസ് ഇക്വൽ ടു 1.25 മീറ്റർ. അപ്പോൾ 1.25 മീറ്ററിലാണ് കണ്ടോ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബി നിന്ന്. അപ്പോൾ ബി നിന്ന് 1.25 മീറ്ററിലാണ് ഷിയർ ഫോഴ്സ് 0 വരുന്നത്. കണ്ടോ, ഈ പോയിന്റ് 1.25 മീറ്ററിലാണ്. അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷനിൽ എക്സ് ഇക്വൽ ടു 1.25 മീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടും. Therefore, at x is equal to 1.25, bending moment is maximum. Therefore, maximum bending moment is equal to RBX. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷനിൽ എക്സ് എന്ന് പറയുന്നത് 1.25 കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 6.25 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് 6.25 കിലോ ന്യൂട്ടൺ മീറ്റർ ഇവിടെ. അപ്പോൾ ഇവിടെ ഈ പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഇനി ഇവിടുന്ന് ഇങ്ങനെ ഒരു കർവ് വരുന്നുള്ളൂ. ഇനി ആ കർവ് ഈ ഒരു പോയിന്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് കർവ് വരയ്ക്കും. ആ കർവ്, അതായത് നമുക്ക് കർവിൻ്റെ 2 എൻഡ് പോയിന്റ് മാത്രമേ കിട്ടിയിട്ടുണ്ടായുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് 2 പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് കർവ് വരയ്ക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ബെൻഡിങ് മൊമെന്റ് 0 ആവുന്ന പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷനിൽ ബെൻഡിങ് മൊമെന്റ് 0 ആവുന്ന ആ പോയിന്റ് ഏത് ഡിസ്റ്റൻസിലാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? ആ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സ് എത്ര കിട്ടും? ഇപ്പോൾ നമുക്ക് 2.5 കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നോക്കാം. അപ്പോൾ ടു ഫൈൻഡ് വേർ ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു 0, അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷനിൽ 0 കൊടുക്കുക. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കണ്ടോ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് കിട്ടുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടുക സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2.5 മീറ്ററും എക്സ് ഇസ് ഈക്വൽ ടു 0 വരുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 വരുമ്പോൾ എൻ്റെ ബിയിൽ ഓൾറെഡി ബെൻഡിങ് മൊമെന്റ് 0 ആണ്. ഇനി എക്സ് ഇസ് ഈക്വൽ ടു 2.5 മീറ്റർ വരുമ്പോഴും ബെൻഡിങ് മൊമെന്റ് 0 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 2.5 മീറ്റർ വരുമ്പോൾ, അതായത് ഇവിടെ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2.5 മീറ്റർ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിനി ഇവിടുന്ന് നേരെ കർവ് പരാബോളിക് ആണ്. ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ പരാബോളിക് ആയതുകൊണ്ട് ഇവിടുന്ന് നേരെ ഒരു കർവ് ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്തിട്ട് ബിയിലേക്ക് എത്തണം. അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെന്റിന്റെ കർവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പൊസിഷൻ കൺസിഡർ ചെയ്യണം, സി ഡി. നെക്സ്റ്റ് കൺസിഡർ പൊസിഷൻ സി ഡി. അപ്പോൾ സി ഡി എന്നുള്ള പൊസിഷൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ ടേക്ക് എ സെക്ഷൻ ബിറ്റ്വീൻ സി ആൻഡ് ഡി. അപ്പോൾ അടുത്ത് ഇനി സി ആൻഡ് ഡിക്ക് ഇടയിൽ നമ്മൾ സെക്ഷൻ കൺസിഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ ആ സെപ്പറേറ്റ് പോർഷൻ എടുത്തു. കണ്ടോ, ഇപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രം ആണത്. ഇപ്പോൾ ഇവിടെ 48 ഡി ബിയുടെ സെൻറ്ററിൽ എടുത്തിട്ടുണ്ട്. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ആർ ബി മൈനസ് 48. അപ്പോൾ ഏതൊക്കെയുണ്ട്? ആർ ബി മൈനസ് 48 എന്താണ് മൈനസ് പ്ലസ് ആർ ഡി. അപ്പോൾ 10 മൈനസ് 48 പ്ലസ് 59. അപ്പോൾ എത്രയാണ്? 21 കിലോ ന്യൂട്ടൺ. ഇവിടെ 21 ആണ് എടുത്തത്. 21 കിലോ ന്യൂട്ടൺ ആണ്. 21 കിലോ ന്യൂട്ടൺ പോസിറ്റീവ് ആണ്, അതായത് അപ്പോൾ താഴേക്കായിരിക്കും റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്തുകൊണ്ട്. അപ്പോൾ ഡിയിലെയും സിയിലും വേറെ ഫോഴ്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡി തൊട്ട് സി വരെ 21 തന്നെയായിരിക്കും. അപ്പോൾ ഡി തൊട്ട് സി വരെ കണ്ടോ 21 തന്നെയാണ്. ഡി തൊട്ട് സി വരെ 21 കിലോ ന്യൂട്ടൺ തന്നെയാണ്. അടുത്തത് ടേക്ക് മൊമെന്റ് അബൌട്ട് സെക്ഷൻ. മൊമെന്റ് അബൌട്ട് സെക്ഷൻ എടുക്കുമ്പോൾ ബെൻഡിങ് മൊമെന്റ് അബൌട്ട് സെക്ഷൻ ബി എം എക്സ് ഇക്വൽ ടു ഇവിടെ റൈറ്റ് സൈഡിൽ ഇത് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് പോസിറ്റീവ് ആർ ബി ഇൻറ്റു എക്സ് മൈനസ് 48 ഇൻറ്റു എക്സ് മൈനസ് 3
എക്സ് മൈനസ് 3 ആണ്. കാരണം എന്താണ്, ഇവിടെ നിന്ന് ഇത്ര വരെ ഡിസ്റ്റൻസ് ഇത് 3യും 3യും ആണ്. അപ്പോൾ എക്സ് മൈനസ് 3 പ്ലസ് ആർ ഡി ഇൻറ്റു എക്സ് മൈനസ് 6, ഈ ഡിസ്റ്റൻസ് എക്സ് മൈനസ് 6 വരും. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ ബി എം എക്സ് ഇത് കിട്ടി, ഇക്വേഷൻ കിട്ടി, ലീനിയർ ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി ആൻഡ് സി ആണ്. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് ഇസിക്കൽ ടു 6 വരുമ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി ഇസിക്കൽ ടു ഈ -84 കിട്ടും. അത് നമ്മുടെ ഇക്വേഷനിൽ എക്സ് ഇസിക്കൽ ടു 6 കൊടുക്കുക. ദെൻ അറ്റ് എക്സ് ഇസിക്കൽ ടു 10, അപ്പോൾ 10 വരുമ്പോൾ പോയിന്റ് സി ആണ്. അപ്പോൾ ഈ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷനിൽ എക്സ് ഇസിക്കൽ ടു 10 കൊടുത്തു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി കിട്ടും 0. അതായത് ഡിയിൽ -84ഉം സിയിൽ 0 ആണ് ബെൻഡിങ് മൊമെന്റ്. അപ്പോൾ ഡിയിൽ -84 ഓൾറെഡി കിട്ടിയതാണ്. ആൻഡ് പോയിന്റ് സിയിൽ ബെൻഡിങ് മൊമെന്റ് 0 ആണ്. അപ്പോൾ അത് ലീനിയർ ഇക്വേഷൻ ആണ്. അപ്പോൾ ലീനിയർ ആയിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിനെ ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ജോയിൻ ചെയ്യുക ഈ രണ്ട് പോയിന്റ്. ഓക്കെ, നമുക്കിനി അടുത്ത പോർഷൻ കൺസിഡർ ചെയ്യാം, എ സി. നെക്സ്റ്റ് പോർഷൻ എ സി എന്ന് പറയുമ്പോൾ ഇതാണ് ലാസ്റ്റ് പോർഷൻ, നമ്മളെ വേരിയിങ് ലോഡ് വരുന്ന പോർഷനാണ്. അപ്പോൾ ഇവിടെ ടേക്ക് എ സെക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് സി അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എൻ ടു ബി. അപ്പോൾ നമ്മളിവിടെ വേരിയിങ്, ഇപ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ ട്രയാങ്കുലർ ലോഡ് 8ഉം ഇവിടെ 6 വരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് നോക്കുന്നു. കട്ട് ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് ഇപ്പോൾ എത്രയും, അതായത് ഇവിടെ നിന്നിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഡിസ്റ്റൻസ് എത്രയാണ്, ഇപ്പോൾ എക്സ് മൈനസ് 10 ആണ്. അതായത് ഇവിടെ നിന്നിട്ട് ഇത്രയും വരെ എക്സ് ആണ്. പിന്നെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നിന്നിട്ട് ഇത്രയും വരെ 10 ഉണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 10 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എക്സ് മൈനസ് 10 ആണ്. ഈ ഹൈറ്റ് നമ്മൾ എച്ച് എടുക്കാം. നമ്മൾ ഈ ചെറിയ ട്രയാങ്കിൾ ആവുമല്ലോ കട്ട് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഈ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് എടുക്കുക. 8/6 ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡ് ബൈ എക്സ് മൈനസ് 10. ദെൻ എച്ച് ഈസ് ഈക്വൽ ടു 8/6 ഇൻറ്റു എക്സ് മൈനസ് 10. അപ്പോൾ പോയിന്റ് ലോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഹൈറ്റ് നമുക്ക് കിട്ടി. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 8/6 ഇൻറ്റു എക്സ് മൈനസ് 10 ആണ്. ഇവിടെ എക്സ് മൈനസ് 10 ആണ് ഉള്ളത്. എക്സ് മൈനസ് 10 ആണ് കേട്ടോ ഇവിടെ. ഇത് എക്സ് മൈനസ് 10 ആണ്. അപ്പോൾ ഹൈറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ കണ്ടുപിടിക്കുക. പോയിന്റ് ലോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ എന്ന് പറയുമ്പോൾ ഇത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 10 ആണ് ഇൻറ്റു 8/6 ഇൻറ്റു എക്സ് മൈനസ് 10. അപ്പോൾ 4/6 ഇൻറ്റു എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ. പരാബോളിക് ആണ് വരുന്നത്, സ്ക്വയർ വരുന്നുണ്ട്. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ കിട്ടണമെങ്കിൽ, ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആഡ് ചെയ്യുക. ആർ ബി -48 പ്ലസ് ആർ ഡി പിന്നെ -13. ഇവിടെ വരുമ്പോൾ 4/6 -4/6 ഇൻറ്റു എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ. പാരാബോളിക് ആണ്. ഇതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി അറ്റ് എക്സ് ഇസിക്കൽ ടു 10, അതായത് ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ സി ഇസിക്കൽ ടു 8 kN. 8 പോസിറ്റീവ് ആയതുകൊണ്ട് താഴേക്ക്. അതുപോലെ ഷിയർ ഫോഴ്സ് അറ്റ് എ, അതായത് എക്സ് ഇസിക്കൽ ടു 16 വരുമ്പോൾ പോയിന്റ് എയിലെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് -16 അപ്വേർഡ്. അപ്പോൾ 8 ഇപ്പുറത്ത് 8ഉം അപ്പുറത്ത് 16ഉം. അപ്പോൾ ഇവിടെ 8 kN ആണ്. ഇവിടെ ഓൾറെഡി 21 ഉണ്ടായിരുന്നു. 21ൽ നിന്ന് നേരെ കുറച്ചേക്ക് പോയിട്ട് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ നിന്നോട്ട് ഇത്രയും വരെ 8 kN അതിൽ മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ വരുമ്പോൾ 16 ആണ്. അപ്പോൾ -16 ആയതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്യും, റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇവിടെ 16 മാർക്ക് ചെയ്യുക. ഇനി ഇത് കർവ് ആയിരിക്കും, ഇവിടുന്ന് ജോയിൻ ചെയ്യേണ്ടത് കർവായിട്ടായിരിക്കും ജോയിൻ ചെയ്യേണ്ടത്. കർവായിട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഷിയർ ഫോഴ്സ് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് കടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ പോർഷനിൽ 0 വരും. അപ്പോൾ 0 വരുന്ന പോയിന്റ് ഏതാണെന്ന് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ആ പോയിന്റിൽ കൂടെ ഇപ്പുറത്തേക്ക് ഒരു കർവ് വരയ്ക്കാം. അപ്പോൾ ഈ പോയിന്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഷിയർ ഫോഴ്സ് 0 വരുന്ന ആ പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഇക്വേഷനിൽ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷനിൽ അത് ഷിയർ ഫോഴ്സ് ഈക്വൽ 0 കൊടുക്കുക, എന്നിട്ട് എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ടു ഫൈൻഡ് വേർ ഷിയർ ഫോഴ്സ് ഈക്വൽ 0. അപ്പോൾ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷനിൽ നമ്മൾ ഈക്വൽ ടു 0 കൊടുക്കുക, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സ് കണ്ടുപിടിക്കുക. എക്സ് എന്ന് പറയുന്നത് 13.46 മീറ്ററിലാണ് ഷിയർ ഫോഴ്സ് 0 വരുന്നത്. അപ്പോൾ ആ പോയിന്റ്, അപ്പോൾ 13.46 എന്നുള്ള പോയിന്റ്, അപ്പോൾ 13.46, അതായത് ഈ എൻഡിൽ നിന്നാണ് കേട്ടോ 13.46 ഈ ഡിസ്റ്റൻസ്. അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ദെൻ ഇവിടുന്ന്
ഈ പോയിന്റിൽ കൂടെ ഒരു കർവ് വരയ്ക്കാം. അപ്പോൾ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കംപ്ലീറ്റ് ആയി. ഇവിടെ ക്ലോസ് ചെയ്യാം, ഡയഗ്രാം ക്ലോസ് ചെയ്യാം. ഇനി അടുത്തതായി നമ്മൾ ബെൻഡിങ് മൊമെന്റ് എടുക്കാം. ടേക്ക് എ മൊമെന്റ് അബൌട്ട് സെക്ഷൻ എടുക്കാം. അപ്പോൾ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ബെൻഡിങ് മൊമെന്റ് വരുന്നത്. ആർ ബി ഇൻറ്റു എക്സ് കണ്ടോ, ആർ ബി ഇൻറ്റു എക്സ് വരും. പിന്നെ -48 ഇൻറ്റു എത്ര വരും, എക്സ് മൈനസ് 3. പിന്നെ ആർ ഡി ഇൻറ്റു എക്സ് മൈനസ് 6 വരും. 13 ഇൻറ്റു എക്സ് മൈനസ് 10 വരും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ -4/6 ഇൻറ്റു എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ ഇൻറ്റു, ഇനി ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നിന്നിട്ട് ഇത്രയും വരെ എക്സ് മൈനസ് 10 ഉണ്ട്, അതിൻ്റെ 1/3 ആയിരിക്കും. അപ്പോൾ എക്സ് ബൈ 10/3 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് മൈനസ് ആണ്. 4/6 ഇൻറ്റു എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 10/3 ക്യൂബ് വരും. അപ്പോൾ എക്സ് മൈനസ് 10 ക്യൂബ് എന്നുള്ളൊരു ടേം വരും. കണ്ടോ, ക്യൂബ് വരും. ക്യൂബിക് ഇക്വേഷൻ ആണ്, കർവ് തന്നെയായിരിക്കും. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് അറ്റ് എ എക്സ് 16 കൊടുക്കുമ്പോഴും 0 ആയിരിക്കും. അപ്പോൾ രണ്ട് പോയിന്റിലും എയിലും സിയിലും ബെൻഡിങ് മൊമെന്റ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് എയിലെ ബെൻഡിങ് മൊമെന്റ് 0, സിയിലെ ബെൻഡിങ് മൊമെന്റ് 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കർവായിട്ട് വരയ്ക്കണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയിലുള്ള ഒരു പോയിന്റ് കിട്ടണം. എന്നാൽ ആ പോയിന്റിൽ കൂടെ നമുക്ക് കർവ് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ കിട്ടുന്ന പോയിന്റ്, അതായത് ഷിയർ ഫോഴ്സ് 0 വരുമ്പോൾ ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഈ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഈ 3 പോയിന്റ്സിലേക്ക് ജോയിൻ ചെയ്ത് കർവായിട്ട് വരയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ബെൻഡിങ് മൊമെന്റ് 0 വരുന്ന ആ പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഇസ് മാക്സിമം വെൻ ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഷിയർ ഫോഴ്സ് 0 വരുന്ന പോയിന്റ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു 13.46 മീറ്ററിൽ. ദെൻ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് 13.46. അപ്പോൾ ഈ ഇക്വേഷനിൽ എക്സ് ഈക്വൽ ടു 13.46 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് 18.8 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. അപ്പോൾ 18.8 പോസിറ്റീവ് ആണ്. അപ്പോൾ 18.8 ഇവിടെ 18.8 കിലോ ന്യൂട്ടൺ മീറ്റർ മാർക്ക് ചെയ്യുക. ഇനി ഇതും ജോയിൻ ചെയ്തിട്ട് ഒരു കർവ് വരയ്ക്കുക. ഇപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തതാണ് നമ്മൾ ബീംസ് സബ്ജക്റ്റഡ് ടു കപ്പിൾസ്. അപ്പോൾ കപ്പിൾ എന്നത് ഉദ്ദേശിക്കുന്നത് ബെൻഡിങ് മൊമെന്റ് ആണ്. അപ്പോൾ ബീംസിൽ ബെൻഡിങ് മൊമെന്റ് ഓൾറെഡി തന്നിട്ട് ഉണ്ടെങ്കിൽ, ഇതേപോലെ കണ്ടോ, ഒരു കപ്പിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത് വരയ്ക്കാൻ നോക്കാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ നോക്കാം. ഡ്രോ SFD ആൻഡ് BMD ഓഫ് ദ ബീം ഷോൺ ബിലോ. അപ്പോൾ ഇവിടെ ഒരു ബീം തന്നിട്ടുണ്ട്. സപ്പോർട്ട് എയിലും ബിയിലും സപ്പോർട്ട് ഉണ്ട്. എയിൽ AC എന്നുള്ള ഡിസ്റ്റൻസ് A ആണ്. CB ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് B ആണ്. ടോട്ടൽ ലെങ്ത് L, ക്യാപിറ്റൽ ലെറ്റർ L ആണ്. പോയിന്റ് സിയിൽ ഒരു കപ്പിൾ ആക്ട് ചെയ്യുന്നുണ്ട്. കപ്പിൾ അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ആക്ട് ചെയ്യുന്നുണ്ട്. കപ്പിൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ലോക്ക് വൈസ് ആണ്. ചിലപ്പോൾ അത് ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എന്താണ്, ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഡയറക്ഷൻ നോക്കിയിട്ട് കപ്പിൾ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ നോക്കാം. അപ്പോൾ കപ്പിളിന് ഉദ്ദേശിക്കുന്നത് ബെൻഡിങ് മൊമെന്റ് തന്നെയാണ്. അത് M ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കപ്പിള് വരുമ്പോൾ നോക്കാം. കപ്പിള് വരുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിക്കുകയാണ്. ഇങ്ങനെ തിരിക്കുമ്പോൾ ഇവിടെ താഴേക്ക് പ്രസ് ചെയ്യും. എൻ്റെ ബിയിൽ താഴേക്ക് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ മുകളിലേക്കായിരിക്കും. ഇനി എൻ്റെ കയ്യിൽ നോക്കിയാൽ മുകളിലേക്ക് വലിക്കല്ലേ, മുകളിലേക്ക് വലിക്കുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ താഴേക്കായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ റിയാക്ഷൻ താഴേക്കും എൻ്റെ ബിയിൽ മുകളിലേക്കായിരിക്കും റിയാക്ഷൻ. അപ്പോൾ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം ഇങ്ങനെ വരും. എൻ്റെ കയ്യിൽ താഴേക്ക് റിയാക്ഷൻ. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ഇങ്ങനെ വരികയാണെങ്കിലോ, ഈ ഡയറക്ഷനിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിലേക്ക് റിയാക്ഷനും ഇവിടെ താഴേക്ക് റിയാക്ഷനും വരും. അപ്പോൾ നിങ്ങൾ ഡയറക്ഷൻ നോക്കിയിട്ട് വേണം റിയാക്ഷൻസ് മാർക്ക് ചെയ്യാൻ. നൗ നമുക്ക് ആദ്യം തന്നെ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമുക്ക് വെർട്ടിക്കൽ ഫോഴ്സസ് വേറെ ഒന്നുമില്ല ഇക്വേറ്റ് ചെയ്യാനായിട്ട്. അതായത് RA = RB ആയിരിക്കും.
ആർ എ ഇസിക്കൽ ടു ആർ ബി ആയിരിക്കും, വേറെ ഫോഴ്സ് ഒന്നും ഇക്വേറ്റ് ചെയ്യാനില്ല. പക്ഷേ ആർ എ ഇസിക്കൽ ടു ആർ ബി ആണ്, പക്ഷേ എന്താണ് ഓപ്പോസിറ്റ് ആയിരിക്കും. ആർ എ ആർ ബിയുടെയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും മാഗ്നിറ്റ്യൂഡ്. അതായത് ആർ എ പോസിറ്റീവ് കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ ആർ എ എന്ന് പറയുന്നത് 10 കിട്ടി കഴിഞ്ഞാൽ ആർ ബി എന്ന് പറയുന്നത് -10 ആയിരിക്കും. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. വേറെ ഫോഴ്സ് ഒന്നും ഇവിടെ ആക്ട് ചെയ്യാത്തതുകൊണ്ട് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടേക്ക് എ മൊമെന്റ് അബൌട്ട് എ എന്ന് മൊമെന്റ് എടുക്കുക. എ എന്ന് മൊമെന്റ് എടുക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ആർ ബി അപ്പോൾ മൈനസ് ആർ ബി ഇൻറ്റു ഈ ലെങ്ത് എത്രയാണ്, എൽ ആണ്. പിന്നെ ഓൾറെഡി ഇവിടെ ഒരു മൊമെന്റ് ഉണ്ട്, അപ്പോൾ അത് കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എം ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് എം മൈനസ് ആർ ബി ഇൻറ്റു എൽ. നമ്മൾ ഇങ്ങനത്തെ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മൊമെന്റ്സ് എടുക്കുമ്പോൾ എല്ലാം ക്ലോക്ക് വൈസ് മൊമെന്റ് പോസിറ്റീവും ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് എടുക്കുക. സെക്ഷനിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ മൊമെന്റ് എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് എടുക്കണം. ലെഫ്റ്റ് സൈഡ് ആണോ റൈറ്റ് സൈഡ് ആണോ എന്ന് കൺസിഡർ ചെയ്തിട്ട് അതിനനുസരിച്ച് മൊമെന്റ് എടുക്കണം, നെഗറ്റീവ് പോസിറ്റീവ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് മൊമെന്റ് പോസിറ്റീവ് ആണ്, അപ്പോൾ എം. ഇനി ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും എബൌട്ട് എ, അപ്പോൾ മൈനസ് ആർ ബി ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ആർ ബി ഇസ് ഈക്വൽ ടു എം ബൈ എൽ. ആർ ബി എന്ന് പറയുന്നത് എം ബൈ എൽ കിട്ടും. ആൻഡ് ഇനി ഫോഴ്സുകൾ വേറെ ഒന്നും ആക്ട് ചെയ്യാത്തതുകൊണ്ട് ആർ എ ഇസ് ഈക്വൽ ടു മൈനസ് ആർ ബി ആയിരിക്കും. അപ്പോൾ ആർ ബി എം ബൈ എൽ കിട്ടിയതുകൊണ്ട് ആർ എ ഇസ് ഈക്വൽ ടു മൈനസ് ആർ ബി ദെൻ മൈനസ് എം ബൈ എൽ ആണ്. ഇനി നമ്മൾ ഇവിടെ സെക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോർഷൻ എ സി കൺസിഡർ ചെയ്തിട്ടുണ്ട്. പോർഷൻ എ സി കൺസിഡർ ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആർ എ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ, അത് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത് മൈനസ്. അപ്പോൾ ആ മൈനസ് അവിടെ മാർക്ക് ചെയ്തു, മൈനസ് ആർ എ. അപ്പോൾ എ എന്ന് താഴേക്ക് ആർ എ എന്ന് പറയുന്നത് എം ബൈ എൽ ആണ്, അത് മാർക്ക് ചെയ്തു. അതുപോലെ ടേക്ക് മൊമെന്റ് അബൌട്ട് സെക്ഷൻ, അപ്പോൾ ബി എം എസ് മൈനസ് ആർ എ ഇൻറ്റു എക്സ്, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെന്റ് മൈനസ് ആർ എ ഇൻറ്റു എക്സ്. അപ്പോൾ എക്സ് 0 വരുമ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് എ 0 ആണ്. എക്സ് എ വരുമ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ന് പറയുന്നത് മൈനസ് എം ബൈ എൽ ഇൻറ്റു എ, മൈനസ് ആണ്. ഇവിടുത്തെ ബെൻഡിങ് മൊമെന്റ് 0, ഇവിടെ വരുമ്പോൾ മൈനസ് എം ഇൻറ്റു എ ബൈ എൽ. മൈനസ് മാർക്ക് ചെയ്യേണ്ട, താഴേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മൈനസ് ആണ്, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ മതി, എം ഇൻറ്റു എ ബൈ എൽ. ഇനി അടുത്ത പോർഷൻ എടുക്കുക, സി ബി. പോർഷൻ സി ബി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എടുക്കണ്ട. ഇപ്പോഴും നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആ ഒറ്റ ഫോഴ്സേ ഉള്ളൂ, ആർ എ. അപ്പോൾ ഷിയർ ഫോഴ്സ് സെറ്റ് സിയും ആൻഡ് ബി എന്ന് പറയുന്നത് മൈനസ് ആർ എ തന്നെയായിരിക്കും. അപ്പോൾ എ തൊട്ട് സി വരെ എന്താണ്, എ തൊട്ട് ബി വരെ എന്താണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ആർ എ തന്നെയായിരിക്കും, അതായത് എം ബൈ എൽ തന്നെയായിരിക്കും. ഇനി അടുത്തത് ടേക്ക് മൊമെന്റ് അബൌട്ട് സെക്ഷൻ. അപ്പോൾ ടേക്ക് മൊമെന്റ് അബൌട്ട് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആർ എ ഉണ്ട്, ആർ എ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ മൈനസ് ആർ എ ഇൻറ്റു എക്സ് പ്ലസ് ഈ മൊമെന്റ് ആഡ് ചെയ്യുക പ്ലസ് എം. അപ്പോൾ ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ ബിറ്റ്വീൻ സി ആൻഡ് ബി. അറ്റ് എക്സ് ഇസിക്കൽ ടു എ വരുമ്പോൾ ഇവിടെ കൊടുക്കുക മൈനസ് ആർ എ ഇൻറ്റു എ പ്ലസ് എം. ആർ എ എന്ന് പറയുന്നത് എം ബൈ എൽ ഇൻറ്റു എ പ്ലസ് എം. ഈ എം പുറത്തെടുത്ത് കഴിഞ്ഞാൽ മൈനസ് എ ബൈ എൽ പ്ലസ് 1 എന്ന് വെച്ചാൽ നമ്മൾ എൽ സി എം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മൈനസ് എ പ്ലസ് എൽ ബൈ എം. അപ്പോൾ എൽ മൈനസ് എ എന്ന് പറയുന്നതാണ് എന്താണ് നോക്കി, എൽ മൈനസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ടോട്ടൽ ലെങ്ത് എൽ ആണ്. ഈ എൽ നിന്ന് എ മൈനസ് ചെയ്താൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ബി. അപ്പോൾ എന്ത് വരും, എം ഇൻറ്റു ബി ബൈ എൽ. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് സിയിലെ ബെൻഡിങ് മൊമെന്റ് എം ബി ബൈ എൽ ആണ്, അത് പോസിറ്റീവ് വരും കണ്ടോ. അത് വരുന്നത് പോസിറ്റീവ് ആണ്, എം ബി ബൈ എൽ പോസിറ്റീവ്. ഇനി ബിയിലെ ബെൻഡിങ് മൊമെന്റ് കിട്ടണമെങ്കിൽ അറ്റ് എക്സ് ഇസിക്കൽ ടു എൽ കൊടുക്കുക, അറ്റ് എക്സ് ഇസിക്കൽ ടു എൽ കൊടുക്കുക. അപ്പോൾ ദെൻ ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ആണ് കേട്ടോ, ഇവിടെ മൈനസ് ആർ എ ഇൻറ്റു എൽ പ്ലസ് എം എന്ത് വരും, അപ്പോൾ മൈനസ് എം ബൈ എൽ. ഈ എൽ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ മൈനസ് എം പ്ലസ് എം ഇറ്റ് ഇസ് ഈക്വൽ ടു 0. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 0 കിട്ടും ബെൻഡിങ് മൊമെന്റ്. ഇനി ഇവിടെയൊക്കെ ലീനിയർ ഇക്വേഷൻ ആയതുകൊണ്ട് എല്ലാം എന്താണ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ബെൻഡിങ് മൊമെന്റ് വരുന്നത്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ലോഡ്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. റിലേഷൻ ബിറ്റ്വീൻ ലോഡ് പിന്നെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. ലോഡ് എന്ന് പറയുന്നത് W, ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് F, ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് M.
അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ആ ഒരു ഡെറിവേഷനാണ് അത് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കൺസിഡർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഇതൊരു ബീമാണ് ക്യാരിങ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ്. അപ്പോൾ ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് W/M ആണ്, അതായത് W പെർ മീറ്റർ. അപ്പോൾ കൺസിഡർ എ സ്മോൾ ലെങ്ത് dx ഓഫ് ദ ബീം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ബീമിൻ്റെ ഒരു ചെറിയ പോർഷൻ കൺസിഡർ ചെയ്തു, കട്ട് ചെയ്തു അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എൻഡ് ലെഫ്റ്റ് എൻഡ്. അപ്പോൾ കൺസിഡർ എ സ്മോൾ ലെങ്ത് dx ഓഫ് ദ ബീം കട്ട് ഫ്രം ദ ബീം അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. അപ്പോൾ ലെഫ്റ്റ് എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിൽ നമ്മൾ ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ് ബീമിൻ്റെ. ആ ലെങ്ത് കട്ട് ചെയ്തെടുക്കുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ dx ലെങ്ത് എടുക്കുകയാണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും, dx എന്നുള്ള ലെങ്ത് പോർഷൻ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് എഫ് പോസിറ്റീവ്. ലെഫ്റ്റ് സൈഡിൽ നെറ്റ് ഷിയർ ഫോഴ്സ് മുകളിലേക്കാണെങ്കിൽ പോസിറ്റീവ്, റൈറ്റ് സൈഡിൽ താഴേക്കാണെങ്കിൽ നെഗറ്റീവ്. താഴേക്കാണെങ്കിൽ പോസിറ്റീവ്. റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ താഴേക്ക് ഉള്ളത് പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ മുകളിലേക്കുള്ളത് പോസിറ്റീവ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് എഫ്, ദെൻ റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് എഫ് പ്ലസ് ഡി എഫ്. രണ്ട് ഷിയർ ഫോഴ്സ് ഈക്വൽ ആയിരിക്കില്ല, കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതോറും ഷിയർ ഫോഴ്സ് വേരി ചെയ്യില്ല, ലോഡുകളാണ് ഉള്ളത്. അപ്പോൾ എഫ് പ്ലസ് ഡി എഫ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ബെൻഡിങ് മൊമെൻറ്റ് എം. ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് പോസിറ്റീവ്, റൈറ്റ് സൈഡിൽ വരുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ്. അപ്പോൾ എം ആണ് ലെഫ്റ്റ് സൈഡിലെ ബെൻഡിങ് മൊമെൻറ്റ്. ദെൻ റൈറ്റ് സൈഡിൽ വരുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഇൻക്രീസ് ചെയ്തു, എത്രയാണ് എം പ്ലസ് ഡി എം എന്നുള്ളത്. ഇനി നമ്മൾ ഈ പോയിന്റിൽ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ പോയിന്റ് ലോഡ് ആക്കുമ്പോൾ എന്ത് വരും, W ആണ്. അപ്പോൾ W ഇൻറ്റു ഈ ലെങ്ത് W ഇൻറ്റു ഡി എക്സ് ചെയ്തു. ലെറ്റ് എഫ് ബി ദ ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ എക്സ് ആൻഡ് എഫ് പ്ലസ് ഡി എഫ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ എക്സ് പ്ലസ് ഡി എക്സ്. എക്സ് പ്ലസ് ഡി എക്സ് എന്ന് പറയുന്നത് ഈ എൻഡ് റൈറ്റ് സൈഡ്. എം എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ എക്സ് ആൻഡ് എം പ്ലസ് ഡി എം എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ എക്സ് പ്ലസ് ഡി എക്സ്. ഇനി ഫോർ ഇക്വിലിബ്രിയം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ്. അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ ഇക്വിലിബ്രിയം എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെയാണുള്ളത്, വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഉണ്ട്, എഫ് പ്ലസ് ഡി എഫ് ഉണ്ട്, പിന്നെ ഇതുണ്ട്. അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ ഇക്വിലിബ്രിയം എടുക്കുമ്പോൾ രണ്ടെണ്ണം താഴേക്കും ഒരെണ്ണം മുകളിലേക്കാണ്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് ഡി എഫ് പ്ലസ് ഡബ്ല്യു ഡി എക്സ് എന്ന് പറയും. അതായത് എഫ് മൈനസ് ഇത് നെഗറ്റീവാണ്, മുകളിലേക്കാണ്, അല്ല താഴേക്കാണ്. അപ്പോൾ എഫ് മൈനസ് എഫ് പ്ലസ് ഡി എഫ് മൈനസ് ഡബ്ല്യു ഡി എക്സ് ഇത് താഴേക്കാണ്. W ഇൻറ്റു ഡി എക്സ് ഇസിക്കൽ 0. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എഫ് മൈനസ് എഫ് മൈനസ് ഡി എഫ് മൈനസ് ഡബ്ല്യു ഡി എക്സ് ഇസിക്കൽ 0. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. മൈനസ് ഡി എഫ് ഇസിക്കൽ ടു ഡബ്ല്യു ഇൻറ്റു ഡി എക്സ്, ഓർ ഡബ്ല്യു ഇസിക്കൽ ടു ഡബ്ല്യു എന്ന് പറയുന്നത് ലോഡാണ്, ഡബ്ല്യു ഇസിക്കൽ ടു മൈനസ് ഡി എഫ് ബൈ ഡി എക്സ്. അപ്പോൾ ഇത് ലോഡും ഷിയർ ഫോഴ്സും തമ്മിലുള്ള റിലേഷനായി. ഫ്രം ദ എബോവ് ഇക്വേഷൻ വി ക്യാൻ സീ ദാറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ലോഡ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് is equal to load intensity. അപ്പോൾ ഈ ഇക്വേഷൻ അങ്ങനെ ഓർത്ത് വയ്ക്കുക. Then df by ds is also known as the slope of shear force curve. നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഷിയർ ഫോഴ്സിന്റെ കർവ് കിട്ടുമല്ലോ, അതിന്റെ സ്ലോപ്പ് ആണ് df by dx എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു ലോഡ് ഇന്റൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ്. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു, ടേക്ക് മൊമെന്റ് അബൌട്ട് സി. ഇനി ഇവിടെ പോയിന്റ് സി സെന്ററിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മൊമെന്റ് ടേക്ക് മൊമെന്റ് അബൌട്ട് സി എടുക്കാം. അപ്പോൾ ഇത് എടുക്കുക, എഫ് എടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആണല്ലോ, എഫ് എടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്, അപ്പോൾ പോസിറ്റീവ് എടുക്കുക. എഫ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്താണ് dx/2. ഇനി ഇവിടെ ബെൻഡിങ് മൊമെന്റ് ഓൾറെഡി ഉണ്ട്, അപ്പോൾ എന്താണ് ക്ലോക്ക് വൈസ് ആണ്, പ്ലസ് എം. ഇനി അടുത്തത് ഇത് എടുക്കാൻ പറ്റില്ല, നമ്മൾ ഇവിടെ ഈ പോയിന്റിൽ നിന്നാണ് മൊമെന്റ് എടുക്കുന്നത്. അടുത്തത് ഇത് ക്ലോക്ക് വൈസ് തന്നെയാണ്, അപ്പോൾ എഫ് പ്ലസ് എടുക്കുക, പ്ലസ് എഫ് പ്ലസ് ഡി എഫ് ഇൻറ്റു dx/2. ദെൻ ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് എടുക്കുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവും, മൈനസ് എം പ്ലസ് ഡി എം ഈക്വൽ ടു 0. അപ്പം എടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്തിട്ട് നെഗ്ലക്ട് ദ പ്രൊഡക്റ്റ് ഓഫ് സ്മോൾ ക്വാണ്ടിറ്റീസ്. സ്മോൾ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ഡി എഫ് ഡി എക്സ് വരുന്ന അതല്ലേ, അതും മൾട്ടിപ്ലൈ ചെയ്യുന്ന ചെറിയ ക്വാണ്ടിറ്റി. ഇപ്പം ഡി എഫ് എന്നൊക്കെ പറയുന്നത് ചെറിയ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നെഗ്ലക്ട് ദ പ്രൊഡക്റ്റ് ഓഫ് സ്മോൾ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഡി എഫ് എന്ന് പറയുന്നത് ചെറിയ ക്വാണ്ടിറ്റിയാണ്, ഡി എക്സ് എന്ന് പറയുന്നത് ചെറിയ ക്വാണ്ടിറ്റിയാണ്.
ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും ചെറുതാവും. അപ്പോൾ അങ്ങനെയുള്ള ഈ ക്വാണ്ടിറ്റീസ് അത് നെഗ്ലക്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു ക്വാണ്ടിറ്റി വരുന്നത് ഡി എഫ് ഇൻറ്റു ഡി എക്സ് ബൈ ടു എന്നുള്ളൊരു ടേം വരുന്നുണ്ട്. ഇത് കണ്ട, അപ്പോൾ അത് നെഗ്ലക്റ്റ് ചെയ്യാം. പിന്നെ ഈ എം ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഈ എഫ് ഇൻറ്റു ഡി എക്സ് ബൈ ടും പിന്നെ ഈ എഫ് പ്ലസ് എഫ് ഇൻറ്റു ഡി എക്സ് ബൈ ടു ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എഫ് ഡി എക്സ് വരും. അപ്പോൾ എന്ത് വരും? അപ്പോൾ ഈ രണ്ട് ടേം കൂടി ഒറ്റ ടേം ആവും. അത് എഫ് ഇൻറ്റു ഡി എക്സോ പിന്നെ മൈനസ് ഡി എം മാത്രമേ ഉള്ളൂ. അപ്പോൾ എഫ് ഇൻറ്റു ഡി എക്സ് മൈനസ് ഡി എം ഈസ് ഈക്വൽ ടു 0. Therefore, f into dx is equal to dm, or f is equal to dm by dx. F is equal to, അപ്പോൾ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും തമ്മിലുള്ള റിയാക്ഷൻ കിട്ടി. അതായത് F is equal to dm by dx. That is the rate of change of bending moment curve. Rate of change of bending moment is equal to shear force. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ്. അപ്പോൾ അത് ആണ് നമ്മുടെ ഡെറിവേഷൻ. അപ്പോൾ അതും നിങ്ങൾ ഓർത്ത് വയ്ക്കുക, രണ്ട് ഇക്വേഷൻ. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ ഷിയർ ഫോഴ്സ്, അതുപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. അപ്പോൾ രണ്ട് ഇക്വേഷൻ ആയിട്ടുണ്ട്.